Good morning, dear students. In the previous class, we have go through an introduction to business law. We have discussed what is law, what is business law, what are the scope and sources of business law. Okay, എന്താണ് ലോ, എന്താണ് ബിസിനസ് ലോ, ബിസിനസ് ലോൻ്റെ സ്കോപ്പ് എന്തെല്ലാമാണ്, അതിൻ്റെ സോഴ്സസ് എന്തെല്ലാമാണ് തുടങ്ങിയിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ടുഡേ we are going to discuss about Indian Contract Act 1872. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലെ മെർക്കൻറ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ലോസ് ഒക്കെ വരുന്നത് ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിലാണ്. ഓക്കെ, ദി ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872. In India, the law relating to contract is contained in the Indian Contract Act 1872. The Act came into force on the first day of September 1872 and it is applicable to the whole of India except the state of Jammu and Kashmir. Okay, so ഇന്ത്യയിൽ കോൺട്രാക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ലോസും ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, 1872 സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ് ഈ ഒരു ആക്ട് വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു ആക്ട് അപ്ലിക്കബിൾ ആണ് എക്സെപ്റ്റ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, ദി ആക്ട് ഡസ് നോട്ട് ഡീൽ വിത്ത് ഓൾ ദി ബ്രാഞ്ചസ് ഓഫ് ലോ ഓഫ് കോൺട്രാക്ട്. ദി കോൺട്രാക്ട് റിലേറ്റിംഗ് ടു പാർട്ട്ണർഷിപ്പ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആൻഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് ആർ ഔട്ട്സൈഡ് ദി സ്കോപ്പ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഓക്കെ, സോ ചില നിയമങ്ങൾ ഈ ഒരു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ ഔട്ട്സൈഡാണ്. ഓക്കെ, അതായത് ദി കോൺട്രാക്ട് റിലേറ്റിംഗ് ടു പാർട്ട്ണർഷിപ്പ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആൻഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട്. ഓക്കെ, ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ലോസൊക്കെ ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിൽ വരുന്നില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ദെൻ ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡീൽസ് വിത്ത് ദി ജനറൽ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ടു ഓൾ കോൺട്രാക്ട്സ്, ദി കണ്ടീഷൻസ് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ മേക്കിംഗ് എ വാലിഡ് കോൺട്രാക്ട്, the principles applicable to quasi-contract, the principles which are applicable to a few special contract, namely the contract of indemnity, the contract of guarantee, the contract of bailment and pledge, the contract of agency. ഓക്കെ, സോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ അണ്ടറിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒന്ന്, ദി ജനറൽ പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ടു ഓൾ കോൺട്രാക്റ്റ്. ഓക്കെ, എല്ലാ വാലിഡ് കോൺട്രാക്റ്റുകൾക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള കുറച്ച് ജനറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചിട്ട്. ദെൻ ദി കണ്ടീഷൻസ് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ മേക്കിംഗ് എ വാലിഡ് കോൺട്രാക്റ്റ്. ഓക്കെ, ഒരു വാലിഡ് കോൺട്രാക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആ കണ്ടീഷൻസ് ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ദെൻ ദി പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ടു ക്വാസി കോൺട്രാക്റ്റ്. ഓക്കെ, എന്താണ് ക്വാസി കോൺട്രാക്റ്റ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്വാസി കോൺട്രാക്റ്റുമായി റിലേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ദെൻ ദി പ്രിൻസിപ്പിൾസ് വിച്ച് ആർ അപ്ലിക്കബിൾ ടു ഫ്യൂ സ്പെഷ്യൽ കോൺട്രാക്റ്റ്. ഓക്കെ, അതായത് കുറച്ച് സ്പെഷ്യൽ കോൺട്രാക്റ്റുകളുണ്ട്. കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ് ആൻഡ് പ്ലഡ്ജ്, കോൺട്രാക്ട് ഓഫ് ഏജൻസി തുടങ്ങിയിട്ടുള്ള സ്പെഷ്യൽ കോൺട്രാക്റ്റുകളുണ്ട്. ഓക്കെ, ഇത്തരം കോൺട്രാക്റ്റുമായി റിലേറ്റ് ചെയ്യുന്ന ജനറൽ പ്രിൻസിപ്പിൾസും ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോൺട്രാക്റ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ കോൺട്രാക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് എന്താണ് എഗ്രിമെൻ്റ് എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, കാരണം ഒരു എഗ്രിമെൻറ്റിൽ നിന്നാണ് കോൺട്രാക്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഗ്രിമെൻറ്റ്. ദി ടേം എഗ്രിമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ ദി സെക്ഷൻ 2 subsection E of Indian Contract Act as every promise and every set of promise forming the consideration for each other is an agreement. ഓക്കെ, സോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 2 subsection E ആണ് എഗ്രിമെൻറ്റ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഡെഫിനിഷൻ വരുന്നത്? എവരി പ്രോമിസ് ആൻഡ് എവരി സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിംഗ് ദി കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് ആൻ എഗ്രിമെൻറ്റ്. ഓക്കെ, ഇൻ ദിസ് കോണ്ടാക്ട് എ പ്രോമിസ് മീൻസ് എ പ്രൊപ്പോസൽ ഓർ an offer which has been accepted, as section 2 subsection B states that when the person to whom proposal is made signifies his assent thereto, the proposal is said to be accepted. A proposal when accepted becomes a promise. ഓക്കെ, സോ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾ തമ്മിലുണ്ടാക്കുന്ന ഒരു അവരുടെ ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, അതായത് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് ഒരു ഓഫർ കൊടുക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രപ്പോസൽ വയ്ക്കുന്നു.
മറ്റേ പാർട്ടി ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോമിസായി മാറി, അത് എഗ്രിമെൻ്റായിട്ട് മാറി. ഓക്കെ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ബൈക്ക് ഉണ്ട്. ഓക്കെ, ആ ബൈക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരാളെ സമീപിക്കുകയാണ്. ഓക്കെ, അയാൾക്ക് ഞാൻ ഒരു ഓഫർ വെക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ വെക്കുകയാണ്, എൻ്റെ ബൈക്ക് ഇത്ര രൂപയ്ക്ക് ഞാൻ താങ്കൾക്ക് വിൽക്കാമെന്ന്. ഓക്കെ, അപ്പോൾ അയാൾ ആ ഒരു ഓഫർ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി? എഗ്രിമെൻ്റായി. ഓക്കെ, സോ ദാറ്റ് ഈസ് എഗ്രിമെൻറ്റ്. So we can say that an agreement consists of an offer by one party and its acceptance by other party. Okay, so agreement പറയുമ്പോൾ ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. ഓക്കെ, ഒരു പാർട്ടി ഒരു ഓഫർ മറ്റേ പാർട്ടിക്ക് കൊടുക്കുന്നു, മറ്റേ പാർട്ടി ആ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എഗ്രിമെൻ്റ് ആയിട്ട് മാറി. ഓക്കെ, സോ ദാറ്റ് ഈസ് എഗ്രിമെൻറ്റ്. ഈ എഗ്രിമെൻറ്റിൽ നിന്നാണ് കോൺട്രാക്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ആൻ എഗ്രിമെൻറ്റ് ഹാസ് 3 എസെൻഷ്യൽ ആസ്പെക്ട്സ്. ഓക്കെ, ഒരു എഗ്രിമെൻറ്റിൽ 3 എസെൻഷ്യൽ ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന്, അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ്. ഓക്കെ, മിനിമം 2 ആളെങ്കിലും ഉണ്ടെങ്കിലേ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അതായത് ഇപ്പോൾ ഞാനും വേറൊരാളും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഞാനൊരു ഓഫർ കൊടുക്കുന്നു, മറ്റേ ആളത് അക്സെപ്റ്റ് ചെയ്യുന്നു, അപ്പോഴാണ് എഗ്രിമെൻ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ഞാൻ തന്നെ ഓഫർ കൊടുക്കുന്നു, ഞാൻ തന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ്. ഓക്കെ, മിനിമം 2 ആളുകൾ ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, കോൺസെൻസസ് ആഡ് ഇഡിയം. ഓക്കെ, അതൊരു ഫ്രേസാണ്. അതിൻ്റെ മീനിങ് പറയുന്നത് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ്. ഓക്കെ, അതായത് 2 ആളുകളും ഒരേ കാര്യം തന്നെ ആയിരിക്കണം അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരേ കാര്യത്തിൻ്റെ പുറത്ത് തന്നെ ആയിരിക്കണം അവർ അക്സെപ്റ്റൻസ് നൽകേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വാഹനം വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ 2 വാഹനങ്ങളുണ്ട്. അപ്പോൾ ഏത് വാഹനമാണോ ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വാഹനം തന്നെ ആയിരിക്കണം മറ്റേ ആൾ വാങ്ങാനും തയ്യാറാവേണ്ടത്. ഓക്കെ, ഒരേ സബ്ജക്റ്റ് മാറ്ററിൽ തന്നെ ആയിരിക്കണം അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് 2 പേരുടെയും മൈൻഡ്സ് തമ്മിൽ ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, അതും ഒരു എഗ്രിമെൻറ്റിൻ്റെ എസെൻഷ്യൽ എലമെൻ്റാണ്. മറ്റൊന്ന്, പ്രോമിസ് ഓർ റെസിപ്രോക്കൽ പ്രോമിസസ്. ഓക്കെ, ദർ മസ്റ്റ് ബി എ പ്രോമിസ് ടു ക്രിയേറ്റ് അൻ എഗ്രിമെൻറ്റ്. ഓക്കെ, പ്രോമിസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോമിസായി മാറി. ഓക്കെ, സോ ഇത്തരത്തിൽ 3 എസെൻഷ്യൽ എലമെൻറ്റ്സ് ഒരു എഗ്രിമെൻറ്റിന് ഉണ്ടായിരിക്കണം. ഓക്കെ, ദർ മസ്റ്റ് ബി 2 പാർട്ടീസ്, ദർ മസ്റ്റ് ബി ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ്, ആൻഡ് ദർ മസ്റ്റ് ബി എ പ്രോമിസ് ഓർ റെസിപ്രോക്കൽ പ്രോമിസ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കോൺട്രാക്റ്റ്. ഓക്കെ, സോ എഗ്രിമെൻറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, എഗ്രിമെൻറ്റ് തന്നെയാണ് കോൺട്രാക്റ്റായിട്ട് മാറുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിൽ നിന്നാണ് കോൺട്രാക്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, എല്ലാ എഗ്രിമെൻറ്റുകളും കോൺട്രാക്റ്റ് ആവുന്നില്ല. ഓക്കെ, ഒരു എഗ്രിമെൻറ്റിന് ലീഗൽ എൻഫോഴ്സിബിലിറ്റി വരുന്ന സമയത്താണത് കോൺട്രാക്റ്റായിട്ട് മാറുന്നത്. ഓക്കെ, അതായത് ഒരു ഉടമ്പടിക്ക് നിയമസാധുത വരുന്ന സമയത്താണ് അത് കരാറായിട്ട് മാറുന്നത്. ഓക്കെ, ദി വേർഡ് കോൺട്രാക്റ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് കോൺട്രാക്റ്റം, which means the drawn together. It denotes a drawing together the minds of 2 or more persons to form a common intention, giving rise to an agreement. A contract is an agreement enforceable by law which offers personal rights and imposes personal obligation which the law protects and enforces against the parties to the agreement. Okay, so ഒരു എഗ്രിമെൻറ്റിന്, ഒരു ഉടമ്പടിക്ക് എപ്പോഴാണോ ലീഗൽ എൻഫോഴ്സിബിലിറ്റി വരുന്നത്, അതായത് നിയമസാധുത വരുന്നത്, അപ്പോഴാണത് കോൺട്രാക്റ്റായിട്ട് മാറുന്നത്. ഓക്കെ, സോ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, എ കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ. ഓക്കെ, നിയമസാധുതയുള്ള എഗ്രിമെൻറ്റുകളെയാണ് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഒരു വാഹനം മറ്റൊരാൾക്ക് വിൽക്കാമെന്ന് ഉടമ്പടിയായി, എഗ്രിമെൻ്റായി. ഓക്കെ, ഇത്ര രൂപയ്ക്ക് അത് ഇന്ന സ്ഥലത്ത് വെച്ച് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് എഗ്രിമെൻ്റായി. ഓക്കെ, അത് വാക്കാൽ പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ അത് എഗ്രിമെൻറ്റ് മാത്രമേ ആവുന്നുള്ളൂ. മറിച്ച് ഇത് ഞങ്ങളൊരു മുദ്രക്കടലാസിൽ എഴുതുകയാണ്, അല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യുകയാണ്. അപ്പോൾ എന്തായി? അതിന് നിയമസാധുത വന്നു കഴിഞ്ഞു, അപ്പോഴത് കോൺട്രാക്റ്റായിട്ട് മാറുന്നു. ഓക്കെ, സോ കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ. ഓക്കെ, സോ ഓൾ ദി കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ് ബട്ട് ഓൾ ദി എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്റ്റ്. ഓക്കെ, എല്ലാ കോൺട്രാക്റ്റുകളും ഒരു എഗ്രിമെൻ്റ് തന്നെ ആയിരിക്കും, എന്നാൽ എല്ലാ എഗ്രിമെൻറ്റുകളും കോൺട്രാക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, നിയമസാധുതയുള്ള എഗ്രിമെൻറ്റുകൾ മാത്രമാണ് കോൺട്രാക്റ്റായിട്ട് മാറുന്നത്. ഓക്കെ, ദെൻ ഡെഫിനിഷൻ ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡിഫൈൻസ് എ കോൺട്രാക്ട് ആസ് അൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ്. കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്
an agreement enforceable by law. ഓക്കെ, നിയമത്താൽ എൻഫോഴ്സിബിൾ ആയിട്ടുള്ള എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ഈസ് ഈക്വൽ ടു എഗ്രിമെൻറ്റ് പ്ലസ് ലീഗൽ എൻഫോഴ്സിബിലിറ്റി. ഓക്കെ, എഗ്രിമെൻറ്റിൻ്റെ ഡെഫിനേഷൻ നമ്മൾ നേരത്തെ കണ്ടു. എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ആണ്. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു ലീഗൽ എൻഫോഴ്സിബിലിറ്റി കൂടി വരുമ്പോൾ അത് കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, സോ ഇൻ ഷോർട്ട് കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ. ഓക്കെ, കോൺട്രാക്റ്റ് ആയി കഴിഞ്ഞാൽ, എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിലുള്ള പാർട്ടീസിന് ലീഗൽ ഒബ്ലിഗേഷൻസും ലീഗൽ റൈറ്റ്സും ഉണ്ടായിരിക്കും. ഓക്കെ, നിയമപരമായിട്ടുള്ള അവകാശങ്ങളും ഉണ്ടായിരിക്കും, നിയമപരമായിട്ടുള്ള ബാധ്യതകളും ഉണ്ടാവും. ഓക്കെ, therefore a contract essentially consists of two elements. ഓക്കെ, കോൺട്രാക്റ്റിന് രണ്ട് എലമെൻറ്റ്സ് ഉണ്ട്. എന്തെല്ലാമാണ്? എഗ്രിമെൻറ്റും എൻഫോഴ്സിബിലിറ്റിയും. ഓക്കെ, എഗ്രിമെൻറ്റ് രണ്ട് എലമെൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞു, ഓഫറും അക്സെപ്റ്റൻസും. അതുപോലെ തന്നെയാണ് കോൺട്രാക്റ്റിന് രണ്ട് എലമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് എഗ്രിമെൻറ്റ് ആൻഡ് എൻഫോഴ്സിബിലിറ്റി. ഓക്കെ, എഗ്രിമെൻറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എഗ്രിമെൻറ്റ് ഈസ് എവരി പ്രോമിസ് ആൻഡ് എവരി സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിംഗ് ദി കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. Okay. In other words, an agreement is formed where one party makes the proposal and the other party accepts it. Okay. ഒരു പാർട്ടി ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ വെക്കുന്നു. ആ പ്രപ്പോസൽ, ആ ഓഫർ മറ്റേ പാർട്ടി എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എഗ്രിമെൻ്റ് ആയിട്ട് മാറി. ഓക്കെ, ദെൻ എൻഫോഴ്സിബിലിറ്റി എന്ന് പറയുമ്പോൾ ഓൺലി ആൻ എൻഫോഴ്സിബിൾ എഗ്രിമെൻറ്റ് ക്യാൻ ബി കാൾഡ് എ കോൺട്രാക്റ്റ്. ഓക്കെ, നിയമസാധുതയുള്ള എഗ്രിമെൻറ്റിനെ മാത്രമേ നമ്മൾ കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നുള്ളൂ. Section 10 of the Act defines all agreements are contract if they are made by the free consent of parties competent to contract for a lawful consideration and a lawful object and are not hereby expressly declared to be void. ഓക്കെ, സോ എപ്പോഴാണ് ഒരു എഗ്രിമെൻറ്റിന് എൻഫോഴ്സിബിലിറ്റി വരുന്നത് അല്ലെങ്കിൽ നിയമസാധുത വരുന്നത്? ആ എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ട് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. ഓക്കെ, എന്താണ് കോമ്പീറ്റൻസ് അല്ലെങ്കിൽ എന്താണ് കപ്പാസിറ്റി എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഫ്രീ കൺസെൻറ്റോട് കൂടി, പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ടായിരിക്കണം അവർ ആ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ലോഫുൾ കൺസിഡറേഷൻ അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലോഫുൾ ഒബ്ജക്റ്റ് ആയിരിക്കണം അവരുടെ കോൺട്രാക്റ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ദെൻ അത് എക്സ്പ്രസ്ലി ഡിക്ലെയർ ആസ് വോയിഡ് ആവാൻ പാടില്ല. ഓക്കെ, ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ദാറ്റ് ഈസ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ്. ഓക്കെ, ഒരു വാലിഡ് കോൺട്രാക്റ്റിന് ഉണ്ടായിരിക്കേണ്ട കുറച്ച് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അതെന്തെല്ലാമാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 10 എലമെൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വണ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. സെക്കൻഡ് വണ് ആൻ ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻസ്. ദെൻ ലോഫുൾ കൺസിഡറേഷൻ, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, ഫ്രീ കൺസെൻറ്റ്, lawful object, then not declared to be void, then certainty, possibility of performance and writing and registrations. ഓക്കെ, ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വണ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു there must be an offer by one party and acceptance of that offer by the other party. ഓക്കെ, ഒരാൾ ഒറ്റയ്ക്ക് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല, മിനിമം 2 പാർട്ടിയെങ്കിലും അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, വൺ കനോട്ട് കോൺട്രാക്ട് വിത്ത് ഹിംസെൽഫ്. എ കോൺട്രാക്ട് ഇൻവോൾവ്സ് അറ്റ് ലീസ്റ്റ് 2 parties, one party making the offer and the other party accepting it. Okay, so there must be offer and acceptance. Then second one, an intention to create legal relations. ഓക്കെ, നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ലീഗൽ റിലേഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം. ഓക്കെ, the parties must have intended to create a legally enforceable agreement. Social or domestic type of agreement are not enforceable in court of law and hence they do not result in contract. ഓക്കെ, അതായത് ഇപ്പോൾ സോഷ്യൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷന്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിലുള്ള, കസിൻസ് തമ്മിലുള്ള എന്തെങ്കിലും എഗ്രിമെൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു ലീഗൽ റിലേഷനായിട്ട് കണക്കാക്കുന്നില്ല. ഓക്കെ, സോ ദർ മസ്റ്റ് ബി എ ലീഗൽ റിലേഷൻഷിപ്പ്. ഓക്കെ, മറ്റൊന്ന് ലോഫുൾ കൺസിഡറേഷൻ. ഓക്കെ, ദർ മസ്റ്റ് ബി എ ലോഫുൾ കൺസിഡറേഷൻ. ഓക്കെ, ഇവിടെ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ കൺസിഡറേഷൻ സിംപ്ലി മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. ഓക്കെ, പ്രതിഫലം എന്നൊക്കെ പറയില്ല നമ്മൾ, അതിനാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് അല്ലെങ്കിൽ അതിന് പ്രതിഫലമായിട്ട് എന്തെങ്കിലും അവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം എന്ന് മാത്രമല്ല അത് ലോഫുൾ ആയിരിക്കണം. ഓക്കെ, കൺസിഡറേഷൻ സിംപ്ലി മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. An agreement is legally enforceable only when
each of the parties to it give something and gets something. If there is no consideration, no contract. Moreover, the consideration must be lawful. ഓക്കെ, സോ ആ ഒരു ഫ്രേസ് ശ്രദ്ധിക്കുക. ഇഫ് ദർ ഈസ് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ്. കൺസിഡറേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ കോൺട്രാക്റ്റും ഇല്ല. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ വാഹനം മറ്റൊരാൾക്ക് വിൽക്കുകയാണ്, പകരം ആൾക്ക് ക്യാഷൊന്നും തരുന്നില്ല എന്നുണ്ടെങ്കിൽ, ആൾക്ക് മറിച്ചൊന്നും തരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കോൺട്രാക്റ്റ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് ആൾ എന്തെങ്കിലും ഇങ്ങോട്ടും തരണം. ഓക്കെ, ദർ മസ്റ്റ് ബി എ കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഉണ്ടാവണമെന്ന് മാത്രമല്ല അത് ലോഫുള്ളും ആയിരിക്കണം. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന ചാപ്റ്ററുകളിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, മറ്റൊന്ന് കപ്പാസിറ്റി ഓഫ് പാർട്ടീസാണ്. ഓക്കെ, കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ പാർട്ടീസിന് ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, കപ്പാസിറ്റി ടു കോൺട്രാക്ട് മീൻസ് ലീഗൽ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്റ്റ്. Section 11 of the Indian Contract Act specifies that following are the parties are not capable to enter into a valid contract. ഓക്കെ, സോ താഴെ പറയുന്ന ആളുകൾക്ക് ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ അവകാശമില്ല. ഓക്കെ, അല്ലെങ്കിൽ റൈറ്റ് ഇല്ല. ഓക്കെ, ഒന്ന് മൈനർ. ഓക്കെ, ഇന്ത്യയിൽ മൈനർ എന്ന് പറയുമ്പോൾ 18 വയസ്സ് പൂർത്തീകരിക്കാത്ത ആളുകൾ. ഓക്കെ, അപ്പോൾ മേജർ അല്ലാത്ത ഒരാൾക്ക് ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ അവകാശമില്ല. മറ്റൊന്ന് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. ഓക്കെ, എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ. ഓക്കെ, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ബുദ്ധി ഇല്ലാത്ത ആളുകൾ. ഓക്കെ, അവരെയും നമ്മൾ ഇൻകോമ്പിറ്റൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. മറ്റൊന്ന് പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോ. ഓക്കെ, മറ്റെന്തെങ്കിലും നിയമത്താൽ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടുള്ള ആളുകളുണ്ട്. ഓക്കെ, അത് ആരെല്ലാമാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. എനിവേ ഈ 3 കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ് ഇൻകോമ്പിറ്റൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ കോമ്പിറ്റൻ്റ് എന്ന് പറയുമ്പോൾ ആരായിരിക്കണം? മേജർ ആയിരിക്കണം, 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആളുകളായിരിക്കണം. അതുപോലെ തന്നെ സൗണ്ട് മൈൻഡിലുള്ള ആളുകളായിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ പേഴ്സൺ ഡസ് നോട്ട് ക്വാളിഫൈഡ് ബൈ എനി അതർ ലോ. അത്തരം ആളുകളാണ് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അത്തരം ആളുകൾക്കാണ് ഒരു വാലിഡ് കോൺട്രാക്റ്റ് ഉണ്ടാക്കാനുള്ള അവകാശമുള്ളത്. ഓക്കെ, മറ്റൊന്ന് ഫ്രീ കൺസെൻറ്റ്. ഓക്കെ, കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ സമ്മതം എന്നാണ് അർത്ഥം. ഓക്കെ, സോ ദർ മസ്റ്റ് ബി ഫ്രീ കൺസെൻറ്റ് ബൈ ദി ബോത്ത് പാർട്ടീസ്. ഓക്കെ, കൺസെൻറ്റ് മീൻസ് എഗ്രി അപ്പോൺ ദി സെയിം തിങ് ഇൻ ദി സെയിം സെൻസ്. ഇൻ അതർ വേർഡ്സ്, ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് ബിറ്റ്വീൻ പാർട്ടീസ് ഓർ consensus ad ideum. In order to create a valid contract, there must be consent and consent must be free. ഓക്കെ, കൺസെൻറ്റ് ഉണ്ടായിരിക്കണം, അത് മാത്രമല്ല കൺസെൻറ്റ് ഫ്രീ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, കൺസെൻറ്റ് ഫ്രീ ആവണം എന്ന് പറയുമെങ്കിൽ ഇറ്റ് വുഡ് ബി കൺസിഡർഡ് ആസ് ഫ്രീ കൺസെൻറ്റ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ഓർ മിസ്റ്റേക്ക്. ഓക്കെ, എന്തെങ്കിലും തരത്തിലുള്ള ഫോഴ്സസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൺസെൻറ്റ് ഫ്രീ ആണെന്ന് നമ്മൾ പറയില്ല. ഓക്കെ, അതായത് ഇപ്പോൾ അവിടെ കൊയേഷൻ ഉണ്ട്. ഓക്കെ, അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയുണ്ട്. ഓക്കെ, ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണം എന്നുള്ള തരത്തിലുള്ള ഭീഷണി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രീ കൺസെൻ്റ് ആയിട്ട് കണക്കാക്കുന്നില്ല. ഓക്കെ, ദെൻ മറ്റുള്ള തരത്തിൽ എന്തെങ്കിലും അൺഡ്യൂ ഇൻഫ്ലുവൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, അവരെ നമുക്ക് എന്തെങ്കിലും തരത്തിൽ നിയന്ത്രിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ടാണ് അവരെ നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രീ കൺസെൻ്റ് ആയിട്ട് കണക്കാക്കുന്നില്ല. ഓക്കെ, ദെൻ അവിടെ എന്തെങ്കിലും ചതി പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മിസ്റെപ്രസെൻറ്റേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ഫ്രീ കൺസെൻ്റ് ആയിട്ട് കണക്കാക്കുന്നില്ല. ഓക്കെ, സോ ഫ്രീ കൺസെൻറ്റ് ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, ദർ മസ്റ്റ് ബി ഫ്രീ കൺസെൻറ്റ്. മറ്റൊന്ന് ലോഫുൾ ഒബ്ജക്റ്റ്. ഓക്കെ, നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോഫുൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ മയക്കുമരുന്ന് ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നില്ല. ഓക്കെ, ദി ഒബ്ജക്റ്റ് ഓഫ് ദി എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ലോഫുൾ. ഇഫ് ദി ഒബ്ജക്റ്റ് ഓഫ് എനി എഗ്രിമെൻറ്റ് ഈസ് ഇല്ലീഗൽ, ഇമ്മോറൽ, ഫ്രോഡുലൻറ്റ്, ഡിഫീറ്റ് ദി പ്രൊവിഷൻ ഓഫ് എനി ലോ, കോസസ് ഇഞ്ചുറി ടു പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ഓഫ് അനദർ ഓർ ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി, ദി എഗ്രിമെൻറ്റ് ഈസ് വോയിഡ്. ഓക്കെ, വോയിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് വാലിഡ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി നടത്താനോ അല്ലെങ്കിൽ ആരെങ്കിലും അപായപ്പെടുത്താനോ ആരുടെങ്കിലും സ്വത്തുക്കൾ കൈവശം വരുത്താനോ അത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ആണ് നമ്മുടെ കോൺട്രാക്റ്റിനുള്ളതെന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകൾ വോയിഡ് കോൺട്രാക്റ്റ് ആയിരിക്കും. ഓക്കെ, അത് വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് നിലനിൽക്കുന്നില്ല. ഓക്കെ, മറ്റൊന്ന് നോട്ട് ഡിക്ലെയർ ടു ബി വോയിഡ്. ഓക്കെ, ചില കോൺട്രാക്റ്റ് എക്സ്പ്രസ്ലി വോയിഡ് ആണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്തരം കോൺട്രാക്റ്റുകൾ ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, the agreement must not have been expressly declared void under the act. The following type of agreement are expressly declared to be void. Okay, അതായത് agreement in restraint of marriage, agreement in restraint of trade, agreement in restraint of
ജുഡീഷ്യൽ പ്രൊസീഡിങ്സ്, അൺസേർട്ടൺ എഗ്രിമെൻറ്റ്സ്, വേജറിങ് എഗ്രിമെൻറ്റ്സ്. ഓക്കെ, സോ ഈ എഗ്രിമെൻറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, എനിവേ മനസ്സിലാക്കി വെക്കുക, ഇത്തരം എഗ്രിമെൻറ്റുകൾ ആവാൻ പാടില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇത്തരം എഗ്രിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വോയിഡ് എഗ്രിമെൻ്റ് ആയിരിക്കും. ഓക്കെ, അത് വാലിഡ് എഗ്രിമെൻ്റ് ആയിട്ട് മാറുന്നില്ല. ഓക്കെ, മറ്റൊന്ന് സെർട്ടനിറ്റി. ഓക്കെ, എനി എഗ്രിമെൻറ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് if its meaning is certain or capable of being made. Certain agreements the meaning of which is not certain are void. ഓക്കെ, സോ നമ്മൾ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് സെർട്ടൺ ആയിരിക്കണം. ഓക്കെ, അൺസേർട്ടൺ ടേംസ് അല്ലെങ്കിൽ അൺസേർട്ടൺ മീനിങ് ആണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നില്ല. ഓക്കെ, എല്ലാം വളരെ ക്ലിയർ ആയിരിക്കണം. കണ്ടൻറ്റുകളൊക്കെ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ വളരെ ക്ലിയർ ആയി സെർട്ടൺ ആയിരിക്കണം. Okay, the parties must reach an agreement on all of the essential terms in the contract. Okay, മറ്റൊന്ന് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഓക്കെ, നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കണം നമ്മൾ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരിക്കലും നടക്കാത്ത എന്തെങ്കിലും കാര്യം വെച്ചിട്ടാണ് നമ്മൾ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നിനക്ക് അമ്പിളിമാവിനെ പിടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആയിട്ട് മാറുമോ? ഇല്ല, അതൊരിക്കലും വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് കണക്കാക്കുന്നില്ല. ഓക്കെ, the terms of the agreement must also be capable for performing physically as well as legally. If it is not possible, whenever become valid contract. ഓക്കെ, സോ നമ്മളിതിൽ പറഞ്ഞിട്ടുള്ള കാര്യം നടക്കില്ല എന്നാവുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് മരിച്ചുപോയ ഒരാളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്നും വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നില്ല. ഓക്കെ, മറ്റൊന്ന് റൈറ്റിംഗ് ആൻഡ് രജിസ്ട്രേഷൻ. ഓക്കെ, അല്ലെങ്കിൽ ലീഗൽ ഫോർമാലിറ്റീസ്. ഓക്കെ, കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യണം, അറ്റസ്റ്റ് ചെയ്യണം, അതുപോലെ രജിസ്ട്രേഷൻ ഫീസൊക്കെ അടയ്ക്കണം. ഓക്കെ, അത്തരം ലീഗൽ ഫോർമാലിറ്റീസും കൂടി പൂർത്തീകരിച്ചാൽ മാത്രമേ അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നുള്ളൂ. ഓക്കെ, ജനറലി ദി കോൺട്രാക്ട് മേ ബി ഓറൽ ഓർ റിട്ടൺ, ബട്ട് ഇഫ് ദി ലോ റിക്വയർ ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ഓർ രജിസ്റ്റേർഡ് ടു ബി വാലിഡ്. ഓക്കെ, അത് റൈറ്റിംഗ് ആയിരിക്കണം, ഇൻ റിട്ടൺ ആയിരിക്കണം, അതുപോലെ തന്നെ അത് രജിസ്റ്റേർഡ് ആയിരിക്കണം. ഓക്കെ, സോ ദീസ് ആർ ദി എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. താങ്ക് യു.